സംസ്ഥാനത്തെ മൃഗശാലകളിലെ ആനിമൽ കീപ്പർ വിഭാഗം ജീവനക്കാർക്ക് LDF സർക്കാരിന്റെ കാലത്ത് കൂലി വർധനയില്ല. 330 രൂപയായിരുന്ന ദിവസവേതനം 630 രൂപയാക്കി വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ്. അധികാരത്തിലേറി 7 വർഷം പിന്നിട്ടിട്ടും അനിമൽ കീപ്പർമാരുടെ ശമ്പളം പരിഷ്കരിക്കാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. വലിയ പ്രതിഷേധം ജീവനക്കാർ അതുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയും ചെയ്യുന്നു. വർഷം 15 രൂപയുടെ വർധനവുണ്ടായിരിക്കണമെന്ന വ്യവസ്ഥയും പിണറായി സർക്കാർ ഫ്രീസറിലാക്കി. 24 എക്സ്ക്ലൂസീവ്. റിസർവ് ബാങ്കിന്റെ കണക്കുപ്രകാരം ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഏറ്റവും മികച്ച ദിവസവേതന കൂലിയുള്ളത് കേരളത്തിലാണ്. കാർഷിക നിർമ്മാണ മേഖലകളിൽ ശരാശരി 750-ഉം 850-ഉം ഒക്കെ കൂലിയുള്ള കേരളത്തിൽ പക്ഷേ ദുരിതത്തിലാണ് മൃഗശാലയിലെ ശുചീകരണ വിഭാഗം ജീവനക്കാർ. 630 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും എന്നാണ് അവർ ചോദിക്കുന്നത്. വിപണിയിൽ ഉപ്പ് തൊട്ട് കർപ്പൂരത്തിനു വരെ വില കൂടിയിട്ടുണ്ട്. വിലക്കയറ്റവും ജീവിത ചെലവും വർദ്ധിച്ചിട്ടും കിട്ടുന്ന കൂലിക്ക് മാറ്റമില്ലാത്ത വിഭാഗമാണ് സംസ്ഥാനത്തെ മൃഗശാലകളിലെ ആനിമൽ കീപ്പിംഗ് വിഭാഗം ജീവനക്കാർ. മൃഗങ്ങളുടെയും പക്ഷികളുടെയും കാഷ്ടം കോരുന്നത് മുതൽ അവയെ കുളിപ്പിക്കുന്നതും ഓട വൃത്തിയാക്കലും വരെ ഇവരുടെ ജോലിയാണ്. രാവിലെ 9 മണിക്ക് കയറിയാൽ വൈകുന്നേരം 5-ന് ഇറങ്ങുന്നത് വരെ വിശ്രമമില്ലാത്ത ജോലി ഇവർക്കുണ്ട്. ബൂട്ടോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെയാണ് ഇവർ ജോലിയിൽ ഏർപ്പെടുന്നത്. തിരുവനന്തപുരം മൃഗശാലയിൽ 40ഓളം ആനിമൽ കീപ്പർമാരുണ്ട്. 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവരുമുണ്ട് കൂട്ടത്തിൽ. ദിവസവേതനക്കാരായ ഇവർക്ക് ഏറ്റവും ഒടുവിൽ കൂലി കൂട്ടി നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് 330-ൽ നിന്ന് 630 രൂപയായി കൂലി ഉയർത്തി. അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട മറ്റു മേഖലകളിലെ തൊഴിലാളികൾക്കെല്ലാം ശമ്പള പരിഷ്കരണം കൊണ്ടുവന്ന പിണറായി സർക്കാർ ആനിമൽ കീപ്പർമാരെ മറന്നു. കഴിഞ്ഞ 7 വർഷത്തിന്റെ വർദ്ധിപ്പിച്ചത് 45 രൂപ. വർഷാവർഷം 15 രൂപ വെച്ച് കൂട്ടി നൽകണമെന്ന വ്യവസ്ഥ 3-ാം കൊല്ലം നിലച്ചു. ഒരുവിധ ആനുകൂല്യങ്ങളോ അലവൻസോ ഇവർക്കില്ല. നിത്യവൃത്തിക്കും കുട്ടികളെ പഠിപ്പിക്കാനുമൊക്കെ ബുദ്ധിമുട്ടുകയാണിവർ. സംഘടിതരല്ലാത്തതിനാൽ ഈ പാവം മനുഷ്യരുടെ അവകാശത്തിനായി ശബ്ദമുയർത്താൻ ആർക്കും താല്പര്യവുമില്ല. ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് അവസ്ഥ വിവരിക്കാൻ ഈ മനുഷ്യർക്ക് ഭയമാണ്. അങ്ങനെയുണ്ടായാൽ നിലവിൽ കിട്ടുന്നത് കൂടി മുടങ്ങുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. നവകേരളത്തിൻ്റെ കാലത്ത് ഈ പാവങ്ങളെ കൂടി സർക്കാർ കാണണം, പരിഗണിക്കണം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ജനക്ഷേമത്തിനായി നവകേരള സദസ്സുമായി നാടാകെ മന്ത്രിപ്പട സഞ്ചരിച്ചിട്ടും എത്ര പരാതികൾ പരിഹരിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായൊരു ഉത്തരം എത്തിയിട്ടില്ല. 7 വർഷമായി വേതന വർധനവ് കാത്തിരിക്കുന്ന ജീവനക്കാരുടെ പരാതി ഇനി എന്ന് തീർപ്പാക്കാനാണ് എന്നാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുയരുന്ന ചോദ്യം. മൃഗപരിപാലനത്തിനായി ജീവനും ആരോഗ്യവും സമർപ്പിച്ചു കഴിയുന്ന ഈ മൃഗസംരക്ഷകരെ സർക്കാർ ഇനി എന്നാണ് പരിഗണിക്കുക എന്നുള്ള ചോദ്യവും ശക്തമായി ഉയരുന്നു. ജനങ്ങളുടെ പ്രതികരണം ഞങ്ങൾ തേടിയിരുന്നു. അതിലേക്ക് കഷ്ടപ്പാടുകൾ, ഓരോ സാധനങ്ങൾ വില വർധനവും, പിന്നെ ഓരോ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെതായ രീതിയിൽ എങ്ങനെ ഉണ്ടോ അതിൻ്റെ രീതിയിൽ കൊടുക്കണം. എനിക്ക് ഇപ്പോൾ എല്ലാവർക്കും സാധാരണ ശമ്പളം ഒരു കൂലി പണിക്കാർക്ക് ദിവസം 1000 രൂപ ഉണ്ട്. അപ്പോൾ അത് നോക്കി അവർക്ക് മാറ്റം വരണം, കൂട്ടണമെന്നാണ് പറയണത്. പഴയത് സംബന്ധിച്ച് നോക്കിയാൽ ഇപ്പം എല്ലാവർക്കും നല്ല കൂടുതലാണ്. ഇപ്പോൾ പ്രൈവറ്റ് ആയിരുന്നാലും ഗവൺമെൻറ് ആയിരുന്നാലും അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ എഫേർട്ട് ഇട്ട് നിൽക്കുന്നതല്ലേ, അപ്പം കൂട്ടണം. രാവിലെ തൊട്ട് അത്രയും നേരം ആ വെയിലത്ത് ഇപ്പോൾ ഒരാൾ അത്രയും നേരം അവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അതിനൊക്കെ സാലറി ഡിസേർവ് ചെയ്യുന്നുണ്ട്. ബേസിക് ഹ്യൂമൻസ് ആണ് എന്നുള്ളൊരു പരിഗണനയിലും കൊടുത്ത് ഏറ്റവും കുറഞ്ഞ വേജസ് എങ്കിലും അവർക്ക് മാക്സിമം കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.